അടപടലം തള്ളി എന്ന് പറയാൻ മടിയായിരിക്കും അല്ലേ? ഇനി നെക്സ്റ്റ് അതിജീവിത പോരട്ടെ. നാണമില്ലേ കോടതിയിൽ നിന്നും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴെങ്കിലും ഒരുമിച്ച് സമ്മതത്തോടെ കിടന്നിറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് വല്ലവരും പറയുന്നത് കേട്ട് കോടതിയിലെത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് നിയമമെങ്കിലും അറിഞ്ഞിരിക്കുക സ്ത്രീകളെ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഫൗസിയ ഹബീബ്, ഹൈക്കോടതി അഭിഭാഷകയായ ഫൗസിയ ഹബീബിൻ്റെ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചത്. ഇത് ഇങ്ങനെ ഒരു കുറിപ്പുമായി വരാൻ കാരണം കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ആ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല. അത് അടപടലം തള്ളി എന്നുള്ള വാർത്തകളാണ് നമുക്ക് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഈ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ ഫൗസിയ ഹബീബ് ഒരു മാതൃഭൂമിയുടെ ഒരു കാർഡ് കൂടി പങ്കുവെക്കുന്നുണ്ട്. ആ കാർഡിൽ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ ആദ്യ ബലാത്സംഗ കേസ്, രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം, ഇടപെടാൻ വിസമ്മതിച്ചു സുപ്രീം കോടതി. ഈ പറച്ചിൽ കേട്ടാൽ നമ്മളെന്ത് തോന്നും? രാഹുലിന് എന്തോ വലിയ കാര്യം അയാൾക്ക് ലഭിച്ചതാണെന്ന് നമുക്ക് തോന്നും അല്ലേ? അങ്ങനെയാണോ? അല്ലല്ലോ. സുപ്രീം കോടതിയിൽ പോയത് ആരാ സുപ്രീം കോടതിയിൽ പോയത്? രാഹുൽ മാങ്കൂട്ടമാണോ? അല്ലല്ലോ. രാഹുൽ സുപ്രീം കോടതിയിൽ പോയിട്ടേ ഇല്ലല്ലോ. ഇപ്പോൾ ഈ അതിജീവിത സുപ്രീം കോടതിയിൽ പോയിട്ട് പോലും സുപ്രീം കോടതി ഒരു നോട്ടീസ് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകനുണ്ടായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ₹1 ചെലവ് ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ₹1 ചെലവാക്കേണ്ടി വന്നില്ല സുപ്രീം കോടതിയിൽ പോകാൻ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരാതിക്കാരി സുപ്രീം കോടതിയിൽ പോയതുമായി ബന്ധപ്പെട്ട് ചാനലുകളിൽ വാർത്തയുണ്ട് എന്നല്ലാതെ രാഹുൽ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല. മനസ്സിലായില്ലേ? ഇപ്പം എന്നെക്കുറിച്ച് നാട്ടുകാരെന്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഇപ്പം രാഹുലിനെ കുറിച്ച് കോടതി എന്ത് ചർച്ച ചെയ്യുന്നു അയാൾ അറിയുന്നില്ലെങ്കിൽ, അയാൾക്ക് നോട്ടീസ് അയക്കുന്നില്ലെങ്കിൽ, കോടതി അയാളോടൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹർജി വന്നതിനെക്കുറിച്ച് അയാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഇമ്പാക്റ്റുമില്ല. അപ്പോൾ കോടതിയിൽ പോയത് അഭിഭാഷകയാ. എന്താ കോടതിയിൽ പോയപ്പോൾ ഈ അതിജീവിതയുടെ കാര്യം എന്താണ് ആവശ്യപ്പെട്ടത്? രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കണം. ഹൈക്കോടതി നൽകിയ രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കണം, ഇതായിരുന്നല്ലോ ആവശ്യം. അതിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞേ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസമാണോ അതോ ഈ പറയുന്ന അതിജീവിതയ്ക്ക് തിരിച്ചടിയാണോ ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ ഒരു വാർത്ത നൽകുന്നതിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് എന്തോ വലിയ അയാൾ തൂക്കിലേറ്റാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് പലരുടെയും വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഫൗസിയ ഹബീബ് ചോദിക്കുന്നത് അടപടലം തള്ളി എന്ന് പറയാൻ മടിയായിരിക്കുമല്ലേ? യെസ്, വളരെ കറക്റ്റ് അല്ലേ? അതല്ലേ സംഭവിച്ചത്. ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാൻ തയ്യാറാവാതെ കോടതി അത് അടപടലം തള്ളുകയായിരുന്നു. അങ്ങനത്തെ ഒരു നടപടിക്രമത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം എന്ന് പറയാൻ, രാഹുൽ മാങ്കൂട്ടത്തിന് ആശങ്ക ഉണ്ടായാലല്ലേ ആശ്വാസം ഉണ്ടാകുന്നത്? ഒരു പ്രശ്നമില്ലാത്തവന് എന്ത് ആശ്വാസം? ആശങ്ക, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആശങ്ക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആശ്വാസങ്ങളുണ്ടാവും, തിരിച്ചടികളുണ്ടാവും. എന്നാൽ ഒരു പ്രശ്നവുമില്ലാത്തവന് എന്താണ് ആശ്വാസം? അപ്പോൾ ഇത് പറയാൻ ഇവർക്ക് മടിയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അടുത്ത ആളെ കളത്തിലേക്ക് ഇറക്ക്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ്, അല്ലെങ്കിൽ ഇപ്പോൾ കളത്തിലുള്ളവരെ പിൻവലിച്ചിട്ട് അടുത്ത ആളെ കൊണ്ടുപോവാം. അതേ ഇപ്പോൾ വഴിയുള്ളൂ. അല്ലാതെ ഉള്ളവരെ വെച്ചിട്ട് രാഹുലിനെ മൂക്കിൽ വലിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. പിന്നെ ഫൗസിയ ഹബീബ് പറഞ്ഞതുപോലെ നിങ്ങൾ കോടതിയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? അതല്ലേ അതിൻ്റെ രീതി. ഇപ്പം നമ്മൾ ഒരു നിയമപരമായ നടപടിക്കാണല്ലോ പോകുന്നത്. അതല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ ചെന്ന് കയറിയിട്ട് വല്ല ഔദാര്യവും ചോദിക്കുകയാണോ? അല്ല. രാജ്യത്തിൻ്റെ നിയമപ്രകാരമുള്ള നിയമപരമായ തനിക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞു ആഗ്രഹിച്ചു കൊണ്ടാണല്ലോ പരാതിയുമായിട്ട് ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നത്. അവർ ഈ രാജ്യത്തെ നിയമം
തനിക്ക് നീതി വേണമെന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ നിയമം എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസയെങ്കിലും കാണിക്കണം, അല്ലേ? ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഇതേ ഫൗസിയ ഹബീബ് കഴിഞ്ഞ ദിവസം മറ്റൊരു കുറിപ്പ് കൂടി പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയന് ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്, നുണറായി വിജയൻ നാട് നീളെ വ്യഭിചരിച്ചിട്ട് ന്യായീകരിക്കുന്നു. അവൻ്റേത് കുടുംബ പ്രശ്നമാണോ, ഗണേശിൻ്റേത് കുടുംബ പ്രശ്നമാണ് എന്നാണ് നുണറായി വിജയൻ പറഞ്ഞത്. അങ്ങനെയാണോ ഈ രാജ്യത്തെ നിയമം? ഇവിടെ പ്രശ്നവും പ്രശ്നമല്ലാത്തതും കുറ്റവും കുറ്റമല്ലാത്തതും എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ഈ രാജ്യത്തിനൊരു നിയമമുണ്ടല്ലോ. ആ നിയമപ്രകാരമല്ലേ നമ്മൾ കുറ്റമാണോ അല്ലേ കുറ്റക്കാരനാണോ കുറ്റവാളിയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, നിരപരാധിയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാ? അതിൻ്റെ മാനദണ്ഡം എന്താ? ഈ രാജ്യത്തെ ജുഡീഷ്യറിയാണ്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ എന്താ പറയുന്നത്? കല്യാണം കഴിക്കാത്ത ഒരാൾക്ക്, വിവാഹിതനല്ലാത്ത ഒരാൾക്ക്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, വിവാഹിതരല്ലാത്ത ആൾക്ക്, ഒരു വ്യക്തിക്ക് എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും ആവാം. സമ്മതത്തോടു കൂടിയുള്ള ബന്ധങ്ങളെന്ന് പറയുന്നത് സമ്മതത്തോടു കൂടിയുള്ളതാണ്. അതിനാണല്ലോ ബന്ധങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും ആകാം വിവാഹിതരല്ലാത്തവർക്ക്. എന്നാൽ വിവാഹിതയായ അല്ലെങ്കിൽ വിവാഹിതനായ ഒരു വ്യക്തി, വിവാഹിതർക്ക് ഇത്തരത്തിൽ പരപുരുഷ സ്ത്രീ ബന്ധങ്ങൾ പറ്റൂല. അത് ഈ നാടിൻ്റെ നിയമപ്രകാരം ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിവാഹിതനല്ല, ഒന്ന്. അപ്പോൾ അയാൾ കുറ്റക്കാരനാണോ? കുറ്റക്കാരനല്ല. ഇനി ഗണേശൻ എന്താണ്? ഗണേശൻ വിവാഹിതനാണ്. അങ്ങനത്തെ ഒരാൾ വ്യഭിചരിക്കുന്നത് കുറ്റമാണോ? കുറ്റമാണ്. അങ്ങനെ അതാണ് ഈ രാജ്യത്തിൻ്റെ നിയമം. അത് കുറ്റമാണ്. അതിന് പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിലും അത് കുറ്റമാണ്. ഇനി വേശ്യകളുമായിട്ടാണ് വ്യഭിചരിക്കുന്നതെങ്കിലും അത് കുറ്റമാണ്, അല്ലേ? അതല്ലേ രാജ്യത്തിൻ്റെ നിയമം. അവിടെ ഈ കുറ്റം മാത്രമാണോ ഉള്ളത്? ഇത് കുടുംബ പ്രശ്നം മാത്രമാണോ? അല്ല, ഇത് രാജ്യത്തിൻ്റെ നിയമപ്രകാരം കുറ്റകൃത്യമാണ്. ആ വ്യക്തിയുടെ ഭാര്യയോടുള്ള ക്രൂരതയാണ്, അതോടൊപ്പം ക്രിമിനൽ കുറ്റവുമാണ്. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന നുണറായി വിജയൻ, ആ നുണറായി വിജയൻ പറയുന്നത് എന്താവണം? ഒരു സാധാരണ ഒരു പൗരനെ പോലെ അല്ലല്ലോ, ആണോ? രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട് ഭരണ സംവിധാനത്തിലിരിക്കുന്ന വ്യക്തി നിയമവ്യവസ്ഥക്ക് പൂർണ്ണമായി വിധേയനായിക്കൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ആ വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്നത് നിയമപരമായി സാധൂകരിക്കുന്ന കാര്യങ്ങളാണോ വരുന്നത്? അല്ലല്ലോ. ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഇനി വ്യഭിചരിച്ചാൽ അത് കുറ്റമാണോ? അല്ല. എന്നാൽ ഗണേശൻ വ്യഭിചരിച്ചാൽ കുറ്റമാണോ? യെസ്, അതെ, അതാണ് നിയമം. അപ്പോൾ അതെങ്ങനെ കുടുംബ പ്രശ്നമാകും? ഒരിക്കലും ആവില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന അജണ്ടകൾ അപ്പോൾ അതുകൊണ്ട് ഇത്തരം ന്യായീകരണങ്ങൾ ക്യാപ്സ്യൂളുമായി സാക്ഷാൽ നുണറായി വിജയൻ തന്നെ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമാണല്ലോ. എന്ത് അജണ്ടകളുണ്ട് ഇതിൻ്റെ പിന്നിൽ നിന്ന്, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ധാർമ്മികതയാണ് പ്രശ്നമെങ്കിൽ നുണറായി വിജയന് എങ്ങനെയാണ് ഗണേശനെ പിന്തുണക്കാൻ കഴിയോ? ഇനി ഈ രാജ്യത്തെ ജുഡീഷ്യറിയും നിയമവും നിയമവ്യവസ്ഥകളുമാണ് മാനദണ്ഡമെങ്കിൽ എങ്ങനെയാണ് ഗണേശനെ പിന്തുണക്കാൻ കഴിയോ? അപ്പോൾ ഈ രണ്ടും മാനദണ്ഡമാക്കിയിട്ടാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ഗണേശനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുകയല്ലേ ചെയ്യേണ്ടത്. അതിനു പകരം അത് കുടുംബ പ്രശ്നമാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയില്ലല്ലോ. ഇത് ക്രിമിനൽ കുറ്റമാണല്ലോ. രാജ്യത്തെ നിയമപ്രകാരം ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിൽ ഏർപ്പെട്ട ഒരാളുടെ പ്രവൃത്തിയെ അത് കുടുംബ പ്രശ്നമാക്കി ചിത്രീകരിക്കുക. അപ്പോൾ അതിനൊരു അജണ്ടയുണ്ടല്ലോ. ഇനി ഇതേ ഗണേശൻ 2013 ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി പരാതി പറഞ്ഞപ്പോൾ അന്ന് പിണറായി വിജയൻ എന്താ പറഞ്ഞേ? മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറക്കി വിടണം. അന്ന് പിണറായി വിജയൻ അത് കുടുംബ പ്രശ്നമായിരുന്നില്ലേ? അതെങ്ങനെയാ? ഒരു വ്യക്തി ഒരേ പ്രവൃത്തികൾ 2013 ചെയ്യുമ്പോൾ അത് പ്രശ്നം, അതേ പ്രവൃത്തി അതിനേക്കാൾ ഗുരുതരമായ പ്രവൃത്തി 2026 ചെയ്യുമ്പോൾ അത് കുടുംബ പ്രശ്നം.
വളരെ കൃത്യമാണല്ലോ. അപ്പോൾ ഇവിടെ ധാർമ്മികതയില്ല, ജുഡീഷ്യറി ഇല്ല, സ്ത്രീപക്ഷമില്ല, സ്ത്രീ സംരക്ഷണമില്ല, ഒന്നും തന്നെ ഇല്ല. ഉണ്ടോ? എല്ലാം ചില ഉമ്മാക്കികൾ മാത്രമാണ്, ചില നാടകങ്ങൾ മാത്രമാണ്, അല്ലേ? പൊളിറ്റിക്കൽ സ്റ്റണ്ടുകൾ മാത്രമാണ്. അപ്പോൾ ഇത് പിണറായി വിജയനെ പോലെയുള്ളവർ ഇത് നിരന്തരം തുടർന്നു കൊണ്ടിരിക്കും. കാരണം പിണറായി വിജയൻ്റെ ജീവിതം തന്നെ കൂട്ടിക്കൊടുപ്പാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ പിണറായി വിജയൻ്റെ സന്തത സഹചാരികളായിട്ടുള്ള ആളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലാണ് ഒരാൾ ക്യാബിനറ്റിൽ ഗണേഷ് കുമാറൻ, മറ്റൊരാൾ നിയമസഭയിൽ മുകേഷ്, പിന്നെ ഒരാൾ CM ഓഫീസിൽ ശശി, AK ശശീന്ദ്രൻ, ഒക്കെ തോമസ് ഐസക്ക്, മുൻ മന്ത്രി പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വളരെ കൃത്യമാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഈ പരാതിയുമായി ഇറങ്ങിച്ചെല്ലുന്നവർ ആദ്യം എനിക്ക് നീതി വേണം എന്ന് പറയുന്നതിന് മുമ്പ് രാജ്യത്തിൻ്റെ നിയമം എന്താണെന്ന് കൂടി മനസ്സിലാക്കുന്ന നല്ലതാ. ഇവിടെ ആണിന് മാത്രമല്ല വ്യഭിചാരത്തിൽ കുറ്റകൃത്യനാവുന്നത്, അല്ലേ? ഇവിടെ അവിവാഹിതനായ ആൾക്ക് എത്ര ബന്ധങ്ങളും ആവാം. അവിടെ അതിൽ ഒരാൾ വിവാഹിതയാണെങ്കിൽ അയാൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ക്രിമിനൽ കുറ്റമാണ്. അതല്ലേ ജുഡീഷ്യറി. അപ്പോൾ പരാതി കൊടുത്ത ആളുകൾ എങ്ങനത്തെ ആളുകളാണെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന ആളുകൾ നിയമങ്ങൾ അറിയുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ്, അതറിയാത്തത് കൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ, സെഷൻസ് കോടതിയിൽ, ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഒക്കെ ഊക്കും വാങ്ങിയിട്ട് തിരിച്ചു വരേണ്ടി വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കോടതിയിൽ പോയിട്ട് കാര്യമില്ല എന്നറിയാം. അപ്പോൾ എന്താക്കുക? പിന്നെ തങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില ആളുകളെ, ചില പോലീസുകാരെ, ചില ഭരണാധികാരികളുടെ മുന്നിൽ പോകുക. എന്താണ്? വാർത്ത വേണം, ഒരുത്തനെ ചവിട്ടി താഴ്ത്താനുണ്ട്, അതുകൊണ്ട് വാർത്തകൾ വേണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരാതികൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. വളരെ കൃത്യമാണ് ഫൗസിയ ഹബീബിൻ്റെ പ്രതികരണം. ഹൈക്കോടതി അഭിഭാഷകയായ അവർ പറയുന്ന കാര്യങ്ങൾ രാജ്യത്ത് നിയമമാണ്. അവിടെ എങ്ങനെയാണ് കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ ധാർമ്മികതയോ ഒക്കെ മാനദണ്ഡമാക്കിയിട്ട് പിണറായി വിജയൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്.